നമ്മളിപ്പോഴേ കർണാടകയിൽ ബൈന്ദൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ കൊല്ലൂർ മൂകാംബിക അമ്പലത്തിലേക്ക് ദേവീനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നോക്കിക്കും ഇവിടെ പേരാറ് മഴ കേട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതല്ലേ പ്രളയത്തിനൊക്കെ ഉണ്ടാവില്ലേ മഴ, അതുപോലത്തെ മഴയാണ്. അപ്പോൾ നമ്മൾ ഷൊർണൂരിൽ നിന്നാണ് ഒരു പുലർച്ചെ 3:30-4 മണിക്കൊക്കെ ട്രെയിൻ കയറിയത്. ലേറ്റായിട്ട് 1 മണി 1:30 ആകുമ്പോൾ എത്തി. ഇവിടെ വന്നപ്പോഴും മഴ, നാട്ടിൽ നിന്ന് പോരുമ്പോഴും മഴ. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC ബസ്സൊന്നും ഇല്ല അങ്ങോട്ട് ഈ അമ്പലത്തിൻ്റെ അവിടേക്ക്. ഇവിടുന്ന് 1 മണിക്കൂർ, ഒരു 28-30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാണ്ട് ഇങ്ങോട്ട് മൂകാംബിക അമ്പലത്തേക്ക്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടാക്സി ഉണ്ട്, 1200 രൂപയാണ് വരിക. 28-30 കിലോമീറ്ററാണ്. അപ്പോൾ 1200 രൂപ ടവേര. അപ്പോൾ അതിലാണ് പോണേട്ടാ. സ്റ്റേഷനെത്തിയപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ പോവാണ്. നല്ല മഴയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു ടവേര വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടവേരയിലാണ് നമ്മൾ മൂകാംബികയിലേക്ക് പോണത്. പോണ സൈഡ് എങ്ങനെ വെച്ചാൽ 2 സൈഡും കാടാണ് കേട്ടോ. അപ്പോൾ കാണിക്കാൻ മാത്രം അത്ര വലിയ വിഷ്വൽസ് ഒന്നും ഇല്ല. ചിലയിടത്ത് സ്കൂൾ കാണാം, പിന്നെ ഇതുപോലത്തെ ഓട് വീടുകൾ കുറച്ച് കാണാം. അല്ലാണ്ട് 2 സൈഡും കാട് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാനായിട്ട്. പിന്നെ അങ്ങനെ 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൂകാംബിക എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ എൻട്രി എത്തും. അതിങ്ങനെ കവാടം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ എത്തും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മൂരികളൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ നടക്കണ കാണാം, നല്ല രസമാണ്. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയും. പിന്നെ ഇതാണ് ലളിതാംബിക എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ്. ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ 800 രൂപ വരുള്ളൂ. വലിയ റൂമാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ പേരാറ് മഴയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോഴും മൂകാംബിക എത്തിയപ്പോഴും പേരാറ് മഴയായിരുന്നു. അങ്ങനെ കുളിച്ചിട്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴാൻ പോയി. അമ്പലം പണിതെക്കണത് അടിപൊളിയാണ്, കരിങ്കല്ലുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഓട്, ചെമ്പ് അങ്ങനത്തെ ഒക്കെ ഒരു മെറ്റൽസ് ഉപയോഗിച്ചിട്ട് പണിതെക്കണത്. പിന്നെ എല്ലാ സ്ഥലത്തും മൊബൈൽ അലൗഡൊന്നുമല്ല. അപ്പോൾ പറ്റുന്ന വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എത്ര തിരക്കുണ്ടായാലും നമുക്ക് അടുത്ത് നിന്ന് നല്ലൊരു 10-15 സെക്കൻഡോളം നമുക്ക് ദേവീനെ കാണാൻ പറ്റും. ഇതാണ് സ്വർണ്ണരഥം. ഇത് രാത്രി എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ കവാടം, അത് ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ കൊടിമാരും പിന്നെ വലിയൊരു വിളക്കും ഉണ്ട് വെച്ചേക്കുന്നത്. അങ്ങനെ പിന്നെ ഉണ്ണീനെ എഴുത്തിനെ ഇരുത്താണ്ടായിരുന്നു. അപ്പോൾ അവനെ എഴുത്തിനെ ഇരുത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും നല്ലപോലെ തൊടാനൊക്കെ പറ്റി. 10-15 സെക്കൻഡോളം നമുക്ക് അടുത്തുനിന്ന് തൊടാൻ പറ്റും. പിന്നെ അവിടുത്തെ പ്രധാന വഴിപാട് പറഞ്ഞ ഈ വിളക്ക് എടുത്ത് വയ്ക്കലാണ്. 30 രൂപയാണ് ഒരു വിളക്കിന്. നമ്മൾ ചീട്ടാക്കിയിട്ട് അവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് എടുത്ത് വയ്ക്കാം. അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുണ്യനദി ഉണ്ട്, സൗപർണിക എന്നാണ് പേര് പറഞ്ഞു. അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ വന്നിട്ട് ഭയങ്കര മഴയാണ്. എന്താ പറയുക, പ്രളയത്തിനൊക്കെ ഉണ്ടാകുന്ന പോലത്തെ മഴയും കാറ്റും. മഴ മാത്രമല്ല, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ നദി കാണാൻ വന്നു. നദി കണ്ടു. അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കിങ്ങനെ അടുത്തുനിന്ന് കാണാം. അങ്ങനെ ബൗണ്ടറീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരിക്ക് അമ്പലത്തിനൊക്കെ ഫീല് കൂടുതൽ ഇവിടെ ഈ പുണ്യ നദിയുടെ അടുത്താണ്. സൗപർണിക എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഒരു കാട് അന്തരീക്ഷമാണ്. കാടിനുള്ളിൽ കൂടെ ഒഴുകി വരികയാണ്. നല്ല ഫീലാണ് കേട്ടോ. കണ്ട പുഴയുടെ വലിപ്പം ഇത് ഇങ്ങനെ നീണ്ട് ഓരോ മഴ, ഇപ്പോൾ മഴ പെയ്ത് തോർന്നല്ലോ, ഓരോ മഴ പെയ്യുമ്പോഴും പെയ്ത് കഴിയുമ്പോഴേക്കും കാട്ടിൽ നിന്ന് വെള്ളം അത്രയ്ക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ഇവിടെ ആരും ഇറക്കൊന്നുമില്ല, ഇങ്ങനെ കാണാമെന്ന് മാത്രം. ആ കാണാണ് നദിയിൽ നിന്ന് മോട്ടർ അടിക്കണ മോട്ടർ വരെ. വലിയ മോട്ടറൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട അറ്റം വരെ പോകാൻ വണ്ടികളൊക്കെ ഉണ്ട്. ഈ അങ്ങനെ അറ്റം നടന്നാലാണ് പുഴയുടെ ഒരു ഇറങ്ങാൻ പറ്റുന്ന ഭാഗമാവുക. ഇപ്പോൾ ആരും ഇറക്കണില്ല മഴ കാരണം. ഇത് എന്തോ ഷട്ടറൊക്കെ ആയിട്ട് അവിടെ കണ്ടു, പക്ഷെ അങ്ങോട്ട് പോകാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ നല്ല മഴയെ കാരണം ഞാൻ പോയും ചെയ്തില്ല. മൂകാംബിക പാലസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഇവർക്ക് തന്നെ റൂംസും ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. പ്യുവർ വെജിറ്റേറിയൻ ആണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്.
മൂകാംബികയിലേക്ക് ആരെങ്കിലും തൊഴാൻ പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചോളൂ. നല്ല ഹൈജീനാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണും ഏരിയൊക്കെ നല്ല അടിപൊളിയാണ്. ഉള്ളിൽ ഇൻറ്റീരിയർ ആയാലും ഒരു ചെറിയൊരു പ്രീമിയം സെറ്റപ്പാണ്. റേറ്റ് പറയുമ്പോൾ ചായക്ക് 20 രൂപ, പിന്നെ നെയ് റോസ്റ്റ് 80 രൂപ, നോർമൽ റേറ്റ് തന്നെയാണ്. ചിലതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ കിച്ചൺ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല വൃത്തിയുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചട്നി ചായ ഒക്കെ എടുത്ത് പറഞ്ഞത്, ചായ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇവിടുന്ന് കഴിച്ചോളൂ. നല്ല